ഞാൻ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് 4 ദാമ്പത്യ രസങ്ങൾ. 1, തൻ്റെ ഭർത്താവിനെ കത്തി കൊണ്ട് കയ്യിലൊക്കെ വെട്ടി പോലീസ് കേസായി. അങ്ങനെ എത്തിയത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത്. കഥ, ഇവര് കന്യാസ്ത്രീക്ക് ആ പട്ടത്തിന് വേണ്ടിയുള്ള പഠനത്തിൻ്റെ ഇടയിൽ ഫേസ്ബുക്ക് പ്രണയത്തിലൂടെ കണ്ടെത്തിയ തൻ്റെ ഇപ്പോഴത്തെ ഈ ഭർത്താവ് അങ്ങനെ ആ പഠനം ഉപേക്ഷിക്കുകയും തുടർന്ന് കുഞ്ഞിനെ പ്രസവിച്ച് 4 മാസമായപ്പോൾ തന്നെ കുടുംബത്തിൻ്റെ പ്രാരാബ്ദം എടുക്കാൻ പറ്റാതെ ഈ കന്യാസ്ത്രീ ആകാൻ പോയ ഇപ്പോഴത്തെ 27 വയസ്സുകാരിക്ക് കുടുംബത്തിൻ്റെ ഭാരം എടുക്കാൻ പറ്റിയില്ല. പ്രേമിച്ച് നടന്ന പോലെ അല്ലല്ലോ വിവാഹ ജീവിതം. അങ്ങനെ ഇവർ തമ്മിൽ എല്ലാ ദിവസവും അടിയും ഇടിയും പിടിയും ആയിട്ട് പോലീസ് കേസ് അങ്ങേരെ കൈവെട്ടി. അങ്ങനെ അമ്മയാണ് ഈ 27-കാരിയെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. ഇതൊരു കഥ. മറ്റൊന്ന്, തൻ്റെ ഭർത്താവിനൊരു അപകടമുണ്ടായി, അതുകൊണ്ട് സൈക്കോളജിസ്റ്റ് ഒന്ന് നോക്കണം, കാരണം തുടർന്ന് പുള്ളിക്ക് ഭയങ്കര ദേഷ്യവും നിഷേധത്വമൊക്കെയാണ് എന്ന് കൊണ്ടുവരപ്പെട്ടു. അന്നേരം അതിൻ്റെ യഥാർത്ഥ കഥയിലേക്ക് പോയപ്പോൾ ഈ രണ്ടാമത് വന്ന ഈ സ്ത്രീ ആണല്ലോ വിളിച്ചത് സൈക്കോളജിസ്റ്റിനെ. പക്ഷേ ഇവരുടെ രണ്ടാമത്തെ വിവാഹമാണ് ഈ പുരുഷൻ. ഇതിലൂടെ 2 കുട്ടികളുണ്ട്. പക്ഷേ ഇയാളുടെ ആദ്യത്തെ വിവാഹമാണ് ഈ രണ്ടാം കെട്ടുകാരിയുടെ ഭർത്താവായിട്ട് ജീവിക്കുന്നത്. എങ്ങനെയാണ് ഈ അപകടം? അതാണ്, ഇവളുടെ ആദ്യത്തെ ഭർത്താവ് ആണ് ഇയാളെ തലയ്ക്ക് കത്താള് കൊണ്ട് വെട്ടിയത്. കാരണം ആദ്യത്തെ ഭർത്താവിലൂടെ ഒരു കുട്ടിയുണ്ടല്ലോ, അതിനെ ചൊല്ലിയുള്ള തർക്കവും എന്തോ ഇയാളെ ഇടപെടുത്തുകയും ഇയാൾക്ക് വെട്ടേറ്റു ആദ്യ ഭർത്താവിൽ നിന്ന്, ഇപ്പോഴത്തെ ഇയാളുടെ ഭാര്യയുടെ ആദ്യത്തെ ഭർത്താവിൽ നിന്ന്. എങ്ങനെയുണ്ട്? എന്നാൽ ഇയാളുടെ ആദ്യത്തെ വിവാഹമാണ്, ഇവളുടെ രണ്ടാമത്തേത്. ഇങ്ങനെ മറ്റൊരു കഥ. മൂന്നാമത്തെ കഥ, 72 വയസ്സുള്ള അദ്ദേഹം ഡിവോഴ്സ് അല്ലേ ഉള്ളൂ രക്ഷ എന്ന് ഒരു സൈക്കോളജിസ്റ്റിനോട്. തൻ്റെ 67 വയസ്സുകാരി ഭാര്യ സോഷ്യൽ മീഡിയയിലൂടെയാണ് സമയം പോക്കുന്നത്, തന്നോടൊപ്പം ഇപ്പോൾ സമയം ചെലവാക്കുന്നതേ ഇല്ല എന്നതാണ് ഈ മൂന്നാമത്തെ കേസ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ദാമ്പത്യം പോയി. ഇതാണ് വിഷയം. അങ്ങനെ ഈ ഭാര്യ 67 വയസ്സുകാരി സൈക്കോളജിസ്റ്റിനെ കാണാൻ തയ്യാറായതുമില്ല. എന്തായാലും 72 വയസ്സുകാരി നിരാശയിലായി. അങ്ങേരെ ദാമ്പത്യം പോയി, സോഷ്യൽ മീഡിയ വന്ന് അങ്ങനെ ആയി 72 വയസ്സുകാരൻ്റെ ജീവിതം. നാലാമത്തെ ഒരു കഥ, ചെറുപ്പക്കാരായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവും. സമാനമായ കഥയാണ് 72 വയസ്സുകാരൻ്റെ പോലത്തേത്. പക്ഷേ ഇവിടെ തൻ്റെ ഭർത്താവ് ചെറുപ്പക്കാരൻ പറയുന്ന ന്യായം സൈക്കോളജിസ്റ്റിനോട്, ഭാര്യ ഉന്നയിച്ചു ഇയാള് 3ഉം 4ഉം സിനിമയാണ് രാത്രിയിൽ മൊബൈൽ ഫോണിലൂടെ കണ്ടിട്ട് ആ ലൈറ്റ് അടച്ചതിന് ശേഷം ബെഡ്റൂമിൽ ഈ ലേഡിയുടെ അടുത്ത് കിടപ്പുണ്ട് ഈ ഭർത്താവ്. പക്ഷേ വെളുക്കുവോളം 3ഉം 4ഉം സിനിമ കണ്ട് പിന്നെ അങ്ങനെ ഉറങ്ങുവാണ്. അപ്പോൾ അയാൾ സൈക്കോളജിസ്റ്റ് പറഞ്ഞു, എനിക്ക് ഭയങ്കര പിരിമുറുക്കമാണ് ജോലിയുടെ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിരിമുറുക്കം ഒഴിവാക്കണ്ടേ, അതിനാൽ ഞാൻ സിനിമ കാണുന്നു. ഇങ്ങനെ പോകുന്നു അനന്തമായിട്ട് ഇന്നേ ദാമ്പത്യ ജീവിതം. ഇന്നത്തെ കുടുംബ ബന്ധങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. ഒരുപാട് കേസസ് ആണ്, പക്ഷെ വളരെ ഗൗരവമേറിയതാണെന്ന് മനസ്സിലാക്കും. പിന്നെ അത് ഒരുപാട് അപകടം പതിയിരിപ്പുണ്ട്. വളരെ ഡേഞ്ചറസ് ആണ് ഇന്നേ ദാമ്പത്യ കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ്, ഫാമിലി തെറാപ്പി. ഇറ്റ് ഈസ് വെരി സീരിയസ്. ഞാനിപ്പോൾ കേവലം ഒരു 4 ജീവിത രസങ്ങൾ നിങ്ങളോട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. അനേകമുണ്ട്, പല തരത്തിലുള്ളത്, അനേകമായിട്ട്.
ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിസ്ഥാനമായിട്ട് ഇന്ന് എല്ലാവരുടെയും സ്വാതന്ത്ര്യം പോയി, സ്വകാര്യത നഷ്ടപ്പെട്ടു. സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോൺ അതിപ്രസരം. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. എന്തായാലും നമുക്കിവിടെ NP സ്കൂൾ ഓഫ് തോട്ട്സ് മുഖത്തലയിൽ ഫാമിലി തെറാപ്പി ഉണ്ട്, ഫാമിലി കൗൺസിലിംഗ് ഉണ്ട്. രസകരമാണ്, കൗതുകകരമായിട്ട്, വിസ്മയകരമായിട്ട് നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതം ആരോഗ്യകരമായിട്ട് നയിക്കാം. പ്രായം വിഷയമല്ല. വിവാഹാനന്തരം അല്ലെങ്കിൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് എല്ലാം ഉണ്ട്. ഞാൻ അയത്തിൽ മെഡിറ്റേറിയൻ ഹോസ്പിറ്റൽ സൈക്കോളജിസ്റ്റ് ആണ്. 9605743596 എൻ്റെ നമ്പർ, വിളിക്കാം. അതുകൊണ്ട് ദാമ്പത്യ രസങ്ങൾ നമുക്ക് ഒരുപാട് പങ്കുവയ്ക്കാം നേരിട്ട്. നിങ്ങൾക്കും അതൊരു തിരിച്ചറിവും അങ്ങനെ അല്ലാതായി സുഗമമായിട്ട് ജീവിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാവട്ടെ. എല്ലാവർക്കും ആരോഗ്യകരമായ ദാമ്പത്യ ജീവിതം ദൈവാനുഗ്രഹത്താൽ ഉണ്ടാവട്ടെ. സുരക്ഷിതമായിട്ട് ഇന്ന് കുടുംബജീവിതം നയിക്കൂ. നന്ദി.